ഭാരപണ്ട. ഹലോ, ഞാനാണ് അശ്രീ. എന്തൊക്കെയുണ്ട്? ശുഭകുഞ്ഞിനല്ലേ? അതെ അതെ. എന്നെ മനസ്സിലായില്ലേ? ശുഭകുഞ്ഞ ഭാരപണ്ട, നമ്മുടെ തിരുമല വലിയോളല്ലേ? ഹലോ, ഞാനാണ്. എന്റെ സൗണ്ട് കേട്ടിട്ട് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായില്ല. സുഖം തന്നെ മക്കളെ. സുഖം തന്നെ, സുഖം തന്നെ. പിന്നെ ഇന്ന് വൈകുന്നേരം നടക്കാറിയപ്പോഴത്തേക്ക് വീടെത്തുന്നതിന് കുറച്ചു മുമ്പ് അത്യാവശ്യം കുറച്ച് ആന്റി ഇസ്ലാമിക് വീഡിയോസ് ഒക്കെ കണ്ട്, കുറച്ച് ആന്റി ഹിന്ദുയിസം വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ശിവകുഞ്ഞിനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് കയറാന്ന് വിചാരിച്ചു. ഇനി ടി വി ഒക്കെ കണ്ടെന്ന് എൻജോയ് ചെയ്യേണ്ട സമയമാണ്. അതെ അതെ അതെ. ഇനി അടുത്ത സീരിയൽ വിമർശനമാണ്. പിണറായിയെ മാത്രമല്ല, മുസ്ലിങ്ങൾ മാത്രമല്ല, ഈ സീരിയലിലെ ചില ജാട പിടിച്ച കഥാപാത്രങ്ങൾ വിമർശിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു നല്ല കാര്യങ്ങൾ. അഭിനന്ദിക്കാം. അത് തന്നെ, നല്ലതിനെ അഭിനന്ദിക്കണം. മറ്റേനെ ഈ വിമർശകരെന്ന് പറഞ്ഞ് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല. പണ്ട് രാജസദസ്സിലും ഈ ചാർവാകനും വിമർശകരൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അതെ. യുധിഷ്ഠിരൻ തന്നെ യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ യുധിഷ്ഠിരന്റെ അടുത്ത് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ചാർവാകൻ ചോദിക്കുന്നുണ്ട്, ഈ യുദ്ധത്തിന്റെ വല്ല ആവശ്യമുണ്ടോന്ന്. അങ്ങനെ വിമർശിക്കുന്നവരെ ചാർവാകൻ എന്നാ പറയുന്നത്. അതെ അതെ. അപ്പൊ വിമർശകർ ഇന്നും ഇന്നലെ തുടങ്ങിയല്ല. രാജസദസ്സിലും പണ്ട് വാദപ്രതിവാദങ്ങളും ഡിബേറ്റേഴ്സും ഉണ്ടായിരുന്നു. അതെ. അപ്പം പ്രതിപക്ഷം ഒന്നുമുണ്ട്. കാരണം ഇവര് ഈ പിണറായി വിജയനെ അതുപോലെ തന്നെ ഈ വഖഫ് മുസ്ലിങ്ങൾ അന്നും ഇങ്ങനെ വെറുതെ വിട്ടാൽ ഒക്കത്തില്ല. കാരണം ഈ വയനാട്ടിലും അതുപോലെ തന്നെ ലാൻഡ് ജിഹാദ് എന്ന് പറയുമ്പോൾ ഇത് ക്യാൻസർ പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സർവ്വ സന്നാഹങ്ങളും അല്ലെങ്കിൽ നമ്മുടെ നഖവും പല്ലും അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് ബേസ് ക്രിസ്ത്യൻസിന്റെ കൃപയിൽ ആശ്രയിച്ച് റെസിസ്റ്റ് ചെയ്ത് അവനോട് എതിർത്തിരിക്കുമ്പോ അത് അങ്ങോട്ട് വെക്കുള്ളൂ. മനസ്സിലായില്ലേ? ഇത് എന്റെ പൊന്നു കുഞ്ഞമ്മ, ഇത് അവരെ മതവും നോക്കി മിണ്ടാതിരുന്നെങ്കിൽ നമ്മൾ ഇടപെടില്ല. ഇത് മറ്റുള്ളവന്റെ പള്ളക്കേറി വരുമ്പോഴാണ് നമ്മൾ ഇടപെടുന്നത്. റോഡിൽ കൂടെ നടക്കുമ്പോഴത്തേക്കും വായി തോന്നുന്ന കുറച്ച് ഇതും മറ്റതും മറിച്ചതൊക്കെ വഖഫാണ്, മുസ്ലിമാണ്, ആനയാണ്, ചേനയാണ്, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നോണ്ടാണ് നമ്മളും കാര്യം എന്ത് ചെയ്യുന്നത്? ഇടപെടുന്നത്. മിണ്ടാതെ അവരവരുടെ കാര്യം നോക്കി തള്ളാഹു കൊക്കും പറഞ്ഞു പറഞ്ഞ 5 പേരം ഇവന്മാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും കഴിച്ചവരുടെ മക്കളെന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ നിന്ദിക്കുകയാണ്. അവന്മാര് മര്യാദയ്ക്ക് അവന്മാരുടെ കാര്യം നോക്കി പോയെങ്കിൽ നമ്മളിങ്ങനെ ഇടപെടില്ലായിരുന്നു. ഇത് അന്യന്റെ കാര്യത്തിൽ ഇടപെടുന്നോണ്ടാണ് നമ്മൾ ഇടപെടുന്നത്. മനസ്സിലായി? ഇത് ലാൻഡ് മാഫിയ എന്ന് പറഞ്ഞ ഒരാളെ മാത്രം. അപ്പൊ അത് പിന്നെ ഇന്ത്യയും യവന്മാരുടെ ലക്ഷ്യം എന്നാൽ ഭൂലോകം മുഴുവൻ ഇസ്ലാമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് യവന്മാരുടേത്. ഇസ്രായേലിനെ യവന്മാരെ തുടക്കമിടാൻ നോക്കി. പക്ഷെ പറ്റിയ യവന്മാർക്ക് റോങ് ഒപ്പോണന്റ് ആയിപ്പോയി. ഇസ്രായേൽ എടുത്തിട്ട് ആലയ്ക്ക് യവന്മാരെ ഉടക്കി മുറിച്ചു കളഞ്ഞു. മനസ്സിലായില്ലേ? യവന്മാർ വിചാരിച്ച് ഇവിടുത്തെ മറ്റേ കോൺഗ്രസ് അന്തം കമ്മിയെ പോലെയും പിണറായി വിജയനെ പോലെയും പിന്നെ കൊങ്ങികളെ പോലെയാണ് ഇസ്രായേൽ വിചാരിച്ചത്. അവന്മാര് വലിയ പറച്ചിലൊന്ന് മിസൈൽ അങ്ങോട്ട് അയച്ചു കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ നമ്മുടെ മിത്രമാണ് എന്ന് മാത്രമല്ല, യവന്മാർ അത് പറ്റാത്തതുകൊണ്ട് ഇന്ത്യ മുഴുവനും യവന്മാർ അന്ന് വെട്ടിക്കേറിയപ്പോ പാകിസ്ഥാനിലോട്ടും അഫ്ഗാനിസ്ഥാനിലോട്ടും അപ്പുറത്തോട്ടൊക്കെ കൊണ്ടുപോയല്ല. ഇനിയെന്തോ ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പൊ ഇവിടുത്തെ രാഷ്ട്രീയക്കാര് മുസ്ലിം പ്രേമന വോട്ട് ബാങ്കിന് വേണ്ടി യവന്മാരാണ് യുവതയുടെ പണി ചെയ്യുന്നത്. കോങ്ങികളും കണക്കെന്ന് ഇപ്പൊ താങ്കൾ പറയുമ്പോൾ മറ്റേ മണിയൻ എന്ന് പറയുന്നത് എന്റെ അച്ഛൻ അതൊരു കോൺഗ്രസ് ആണ്. കോങ്ങികളും കണക്കെന്ന് അന്തം കമ്മി, അതായത് കമ്മ്യൂണിസ്റ്റുകളും കണക്കെന്ന് പിന്നെ അല്പഭേദം തൊമ്മൻ. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുമ്പോൾ BJP നരേന്ദ്രമോദി വന്നതുകൊണ്ടാണ് ആർട്ടിക്കിൾ 370 മാറ്റിയതും ഈ മുസ്ലിങ്ങളുടെ പവർ കുറച്ച് കുറഞ്ഞത്. ഇവിടുത്തെ സ്ത്രീകളെ കറച്ച ചാക്കിനകത്ത് പഴം പഴുപ്പിക്കാൻ വെക്കും പോലെ വർദ്ധയൊന്നും ഇടാതെ നല്ല സ്വതന്ത്രമായിട്ട് ചുരിദാറോ കീറിയ ചുരിദാറോ ഈ ചുരിദാറോ മറ്റേ ഫ്രോക്കോ പിന്നെ മിഡിയോ ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ നരേന്ദ്രമോദി വന്നതുകൊണ്ടാണ് അവർക്ക് ആ സ്വാതന്ത്ര്യം കിട്ടിയത്. ക്രൈസ്റ്റിന്റെ കൃപയാല്. പണ്ട് ഇറാനിലെ സ്ത്രീകളൊക്കെ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളൊക്കെ എങ്ങനെയാണ് നടന്നിരുന്നത്? കാരണം പണ്ട് ഒരു 1978 വീഡിയോസ് ഒക്കെ എടുത്ത് കാണണം. ഇന്നത്തെ അൽസൈൻസ് കോളേജിലെ പിള്ളേരെ പോലെ, യൂണിവേഴ്സിറ്റി കോളേജിലെ പിള്ളേരെ പോലെ, MG കോളേജിലെ പിള്ളേരെ പോലെ, മാർവനസിലെ പിള്ളേരെ പോലെ നല്ല അടിപൊളിയായിട്ടാണ് നടന്നിരുന്നവരും. ഒരു ഹിജാബ് ഒന്നും ഇട്ടില്ലായിരുന്നു. പിന്നീട് വന്ന ഇങ്ങനെയുള്ള ഈ ക്രൂവൽ റിലീജിയനാണ് ഇതൊക്കെ മറ്റേതാക്കി മാറ്റിയത്. വന്ന വഴി മറന്നു വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ നരേന്ദ്രമോദി ഉള്ളത് ഒരർത്ഥത്തിൽ തന്നെ ക്രൈസ്തവനാൽ അയക്കപ്പെട്ട ഒരു ഭരണാധികാരി ആയതുകൊണ്ട് അവന്റെ അടിമത്വം നടക്കുന്നില്ല. അതുകൊണ്ട് ശക്തിയുക്തം ഈ മതത്തെ എതിർക്കുക തന്നെ വേണം. ഞാൻ ഇതിനെ കുറിച്ചൊക്കെ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സൂറ 8:12, പിന്നെ 9:5, 9:123 ഇതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. 3:27, 3:28, പിന്നെ സ്ത്രീയൊക്കെ കൃഷിയിടം എന്ന് പറയുന്നത് 2:223, 8:24, 8:34 പറയുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുസരണക്കേട് സ്ത്രീകൾ കാണിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പക്ഷെ നിങ്ങൾ അവരെ അടിച്ചുകൊള്ളാനാണ് പറയുന്നത്. എങ്ങനെയുണ്ട്? അതുകൊണ്ടല്ലേ മേത്തന്മാർ ഇങ്ങനെ കിടന്നിങ്ങനെ
ഞാൻ ഈ പ്രമാണം പഠിച്ചോണ്ടാ പറയുന്നത്. കഴിക്കാം. ഞാൻ ഈ ഇസ്ലാം 4 വർഷം കൊണ്ട് പഠിക്കുന്നതാണ് വിമർശിക്കുന്നത്. വി ഡി സതീശൻ പോലെ ചുമ്മാ ബളവളാന്ന് പറയുന്നല്ല പിണറായി വിജയനെ. അല്ല അത് തന്നെ 4 വർഷം കൊണ്ട് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ ഇത് കുറച്ച് ഡീപ്പായിട്ട് ആദ്യം ഡിഗ്രി പിന്നെ PG പിന്നെ MPhil എന്ന് പറയും പോലെ ഓരോ ദിവസം കഴിയും തോറും ഈ മതത്തുള്ള വെറുപ്പ് കൂടി വരെയാണ്. അതെ അതെ. കാരണം ഇതിനെക്കുറിച്ച് ഈ ഇസ്ലാം മതത്തെ കുറിച്ച് പഠിച്ചു വരുമ്പോഴത്തേക്കും അറിയാതെ നമ്മൾ സ്കൂട്ടർ നിർത്തി ഒരു താർക്കിച്ച് തപ്പിപ്പോ ഈ ഇസ്ലാം മതത്തിനെ കുറിച്ച്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതത്തെ കുറിച്ചുള്ള ഈ ദുഷ്ടതകൾ കേട്ട് വരുമ്പോണ്ടല്ലോ, സ്കൂട്ടറിൽ പോകുന്ന വ്യക്തിയാണെങ്കിലും കബ ഇല്ലാത്ത വ്യക്തിയാണെങ്കിലും ഇവിടെ ഒന്ന് നിർത്തടാ, ഒന്ന് തുപ്പണം, സ്റ്റാൻഡ് ഇട്ട് അത് മറ്റേ സാത്താന്റെ ക്ലോസറ്റ് ഇരിക്കുന്നിടത്ത് തന്നെ വന്നിട്ട് ആഞ്ഞൊരു തുപ്പ് അങ്ങോട്ട് നീ എന്ന് പറഞ്ഞൊരു തുപ്പുമ്പോ നീ തുപ്പിപ്പോവും. അത്ര വെറുപ്പാണ്, അത്ര വെറുപ്പും ഒരു കൈപ്പുള്ള ഇതാണ്, അത്ര ശത്രുതയാണ് നമുക്ക്. ഒരു പാമ്പിനെ കാണുമ്പോ ഒരു കീരി എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നു. എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു? അറ്റാക്ക് ചെയ്തതിനെ ഡിസ്ട്രോയ് ചെയ്തെങ്കിൽ മറ്റാളുകളെ കയറിയത് കടിക്കും. പാമ്പ് മനുഷ്യന്റെ ശത്രുവാണ്, അതുപോലെ ഇസ്ലാം മനുഷ്യന്റെ ശത്രുവാണ്. മനസ്സിലായില്ലേ? ഞാൻ ഇപ്പൊ ഇത് പഠിച്ചോ, ഈ ഹദീസും ഖുറാനൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അത്യാവശ്യം ഇത് വെച്ചൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ പറഞ്ഞ സെക്ഷൻസ് ഒക്കെ ഇത് വായിച്ചതുകൊണ്ടാണ് മനസ്സിലാവുന്നത്. ഇതൊക്കെ വ്യക്തമായിട്ട് നോട്ട് ചെയ്ത് വേർഡ് പാഡില്ല മൈക്രോസോഫ്റ്റ് വേർഡുകളൊക്കെ എടുത്തിട്ട് ഇല്ല എന്നെ അറിഞ്ഞിടല്ലോ ആർക്കും മുഖം കാണിക്കില്ലല്ലോ. പറഞ്ഞു അതുകൊണ്ട് പിന്നെ താങ്കൾ എന്റെ അമ്മയെ ഫോൺ ചെയ്യുമ്പോഴാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും പറയണ്ട. ഒന്നും ഞാൻ പറയില്ല. ഞാൻ വീട്ടിൽ ചെന്ന് എങ്ങനെയെന്ന് അറിയാല്ല, ഞാൻ വീട്ടിൽ ചെന്ന് എങ്ങനെയെന്ന് അറിയാല്ല. ഒരു കസേര ഇരിക്കുന്നു, താങ്കൾ പറയുമ്പോൾ മണി എണ്ണ ഇരിക്കും പോലെ ഞാൻ ഉണ്ടായിരിക്കണം. ആ ഗേറ്റിന് പുറത്തോട്ട് ഇറങ്ങണം. അതെ, എന്നെ നേരെ സംസാരിക്കണമെങ്കിൽ ഞാൻ എന്നിട്ടാണ് കുഞ്ഞമ്മയോട് ഞാൻ എന്നിട്ട് പറയും ഹായ് ഫ്രണ്ട്സ്, അല്ല ഞാൻ പറയും ഹായ് ഫ്രണ്ട്സ് സോ ആൻഡ് സോ സോ ആൻഡ് സോ സോ ആൻഡ് സോ എന്ന് പറയും. പിന്നെ എന്റെ അമ്മയുടെ അടുത്ത് എന്നെ കുറിച്ച് ഇങ്ങനെ ഞാൻ പറയുന്ന കാര്യങ്ങൾ പാര വയ്ക്കുന്നവരടുത്ത് ഞാൻ അതൊന്നും ഷെയർ ചെയ്യാറില്ല. ഞാൻ ഇന്ന് വരെ മിണ്ടിയിട്ടില്ലല്ലോ. എന്നെ 2-3 പ്രാവശ്യം ഇതിനിടയ്ക്ക് വിളിച്ചു. ആരാണ്? അമ്മ. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ, അമ്മ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. വിളിച്ച് സംസാരിക്കണം, അതൊക്കെ വേണം സംസാരിക്കണം. വിളിച്ചിട്ട് ഞാൻ ഇതൊന്നും സംസാരിച്ചില്ല. വേണ്ട അവിടെ അഭിലാഷം ഒരാളെ ഇല്ല എന്നുള്ളത്. അതെ 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 അതെ. പിന്നെ ഒരു കാര്യം കൂടെ പോട്ടെ, കുഞ്ഞമ്മയ്ക്ക് ഒരു സർജറി ഉണ്ട് കേട്ടോ. അത് ശരി, എന്താണ്? അവിടെ ഹെർണിയ. അയ്യോ, അതിന്റെ പ്രോസസിംഗിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് അത് കിട്ടുമെന്ന് അറിഞ്ഞിട്ടേ ഞാൻ എന്തായാലും പ്രാർത്ഥിക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുള്ളവരുടെ ജീവനെ സുരക്ഷിക്കട്ടെ എന്ന് പറയും. ഹെർണിയ വരാൻ കാരണം അറിയാം, മസിൽസ് സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് ഈ കുടല് പുറത്തേക്ക് ബൾജ് ചെയ്യും. അതാണ് ഹെർണിയുടെ കാരണം. സംഭവം എന്റെ മദർ മെഡിക്കൽ ഫീൽഡാണ്, അത്യാവശ്യം മെഡിക്കൽ കാര്യങ്ങളൊക്കെ മസിൽസ് സ്ട്രോങ് അല്ല വയറിന്. അപ്പൊ മസിൽസ് സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് ഈ പേശികൾ ഇപ്പം സിനിമയുടെ ജീവനെ പോലെ എല്ലാവർക്കും സ്ട്രോങ് അല്ല. അതിനെ കവിഞ്ഞ് ഹെർണിയ വരാനുള്ള മെയിൻ കാരണം ഇത് പുറന്തള്ളുന്നുണ്ട്. അത് മോനെ 10 വർഷം മുമ്പ് ചെയ്തതാണ്, ഇപ്പൊ വീണ്ടും 10 വർഷം. നല്ലൊരു കാര്യമുണ്ട്, അവരിട്ടേക്കുന്ന മറ്റേ സ്റ്റേൺ ഉണ്ടല്ലോ, മറ്റൊരു നെറ്റ് ഉണ്ട്. ആ നെറ്റ് ചുമ്മാ യവന്മാര് ഉടായിപ്പല്ലേ. എനിക്ക് വീഡിയോസ് ഒക്കെ കണ്ടറിയാം. അപ്പൊ ഇവരിടുന്ന നെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി കുറഞ്ഞ നെറ്റ് ആയിരിക്കും. അതെ, ഇപ്പൊ ഞാൻ GGയിലാണ് കാണിച്ചിരിക്കണത്. കൺഫേം ആയിട്ടില്ല, അവിടെ പ്രോസസിംഗ് നടന്നുകൊണ്ടിരിക്കണം. ഇൻഷുറൻസ് ഒക്കെ റെഡി ആവുമെങ്കിൽ എന്തായാലും ക്രൈസ്റ്റ് രക്ഷിക്കട്ടെ. എന്തായാലും പിന്നെ മറ്റൊരു കാര്യം, എന്റെ മനസ്സിന് ആശങ്കയല്ല, നമ്മളതിനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ വഖഫ്. കാരണം അത് 1-2 വ്യക്തികളെ ബാധിക്കുന്നല്ല, നമ്മുടെ നേഷനാണ്, നമ്മുടെ കേരളമാണ്, നമ്മുടെ നേഷനാണ്. ഈ മുസ്ലിം മതം എന്ന് പറഞ്ഞ ഒരു ക്യാൻസറാണ്. അപ്പൊ നമ്മൾ രാഖ്യരാമാനം ഇത് ജയിച്ചു എന്നുള്ള അർത്ഥത്തില് ക്രിസ്ത്യൻസിന് താങ്ക്സ്, അവരുള്ള രജിസ്ട്രേഷൻ താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ശാസിക്കുക, മനസ്സിലായില്ലേ? ഈ അന്ധകാര ശക്തികളെ ക്രിസ്ത്യൻ സമൂഹത്തെ ഡിസ്ട്രോയ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് നശിപ്പിച്ച് കളയുന്നു. ഈ മുസ്ലിം വഖഫിനൊക്കെ ക്യാൻസൽ ചെയ്യുക. ഈ മേത്തന്മാര് 1-ാം തരം എതിർക്രിസ്തു, വേറെ എതിർക്രിസ്തുവിനെ തേടി ഒരിടത്തും പോണ്ട, മനസ്സിലായില്ലേ? ഈ ബൈബിളിൽ നമ്മൾ എതിർക്രിസ്തു എന്ന് വായിക്കുന്നുണ്ട്. എതിർക്രിസ്തുവിനെ കാണണമെങ്കിൽ ഒരിടത്തും വേണ്ട, തിരുമല മോസ്കി ആ ക്ലോസറ്റ് പോയി നോക്കിയാൽ മതി. ഈ മുസ്ലിം മതം ഒരു ക്ലോസറ്റ് പോലെ. പിന്നെ ഞാൻ മുഖം കാണിക്കാതെ ഞാൻ നടന്നിട്ട് വീട്ടിലേക്ക് പോയി. അതാണ് കിതപ്പ് വെക്കുന്നല്ലേ. എന്ന് മാത്രമല്ല നടക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അതെ എന്ന് മാത്രമല്ല, ഈ ഒരു റിലീജിയൻ, ഈ ഇസ്ലാം മതം ഡിസ്ട്രക്ഷനാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെ ഡിസ്ട്രോയ് ചെയ്യേണ്ട നമ്മുടെ ആവശ്യമാണ്. ഇപ്പൊ ക്യാൻസർ ഒരു ബോഡിയെ കൊല്ലുന്നെങ്കിൽ നമ്മൾ ക്യാൻസറിനെ ആക്രമിക്കണം. കാരണം എന്തോ, അത് അതിനെ കൊന്നില്ലെങ്കിൽ അത് മനുഷ്യ ശരീരത്തെ എന്ത് ചെയ്യും? അതുകൊണ്ട് യു ഹാവ് ടു ഡിസ്ട്രോയ് ഇറ്റ്. യവന്മാര് 1947 കയറിയപ്പോഴത്തേക്ക് യവന്മാർക്കുള്ള എല്ലാം കൊടുത്തല്ലേ വിട്ടത്. ഗാന്ധിക്ക് അതിന്റെ പേരിൽ രക്തസാക്ഷി വരാവേണ്ടി വന്നു. പക്ഷെ ഗാന്ധിക്ക് ആ ബോധം പണ്ടേ ഉണ്ടായിരുന്നു. യവന്മാർ ഉടായിപ്പോ ടീമാണെന്ന് ഖുർആൻ ഒരു പ്രാവശ്യം ഗാന്ധി വായിച്ചിറങ്ങി ഇത് ചെയ്യൂലായിരുന്നു.
യവന്മാർക്ക് 55 കോടി എങ്ങോട്ടാ കൊടുക്കാണ്ട് പോലും അത് കൊടുക്കുന്നവരെ ഭയങ്കര ഉപവാസമാണെന്ന് പറഞ്ഞ് ഗാന്ധിയാണ് അതൊക്കെ മേടിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് നാഥുറാം ഗോഡ്സെക്ക് ദേഷ്യം വന്നത്. പിന്നെ എന്നിട്ട് നെഹ്റു ഗവൺമെന്റ് എന്ത് ചെയ്തു? വഖഫ് ആക്ട് എന്ന് പറഞ്ഞ് 54 എങ്ങാണ്ട് ഒരു അമെന്റ്മെന്റ് കൂടെ അവന്മാർക്ക് കുറച്ച് ശക്തി അങ്ങോട്ട് പകർന്നു കൊടുത്തു, നിയമത്തിന്റെ ശക്തി. പിന്നെ വന്ന് പിന്നെ 1995 എന്ന് പറഞ്ഞിരിക്കുന്നത് നരസിംഹറാവു ഗവൺമെന്റ് വഖഫിന് കുറച്ചും കൂടെ നിയമ പിൻബലം ശക്തിയാവും കൊടുത്തു. അതാണ് മേത്തമാരിങ്ങനെ കളിക്കാൻ കാര്യം. പിന്നെ മൻമോഹൻ സിംഗ് അറിയാലോ, മറ്റേ ബറോട്ട കിട്ടാതെ മൻമോഹൻ സിംഗ്, അവൻ കയറി കുറച്ചും കൂടെ മേത്തന്മാർക്ക് ശക്തി കൊടുത്തു. അതായത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോലും അപ്പീൽ പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു കാടൻ നിയമം കൊണ്ടുവന്നു. പിന്നെ ഈ നരേന്ദ്ര അശ്രീ പി സി അതിന്റെ ഒരു കാര്യമുണ്ട്. അശ്രീ നരേന്ദ്രമോദി വന്നിട്ടാണ് ഇതിനൊക്കെ ഒരു ഹലോ കേൾക്കാമോ? നരേന്ദ്രമോദി വന്നിട്ടാണ് ഇതിനൊരു മാറ്റം കൊടുത്ത് പിന്നെ ഇതിനെ ഒരു അമെന്റ്മെന്റ്, യഥാർത്ഥ അമെന്റ്മെന്റ് അല്ല, ഇതിന് ഈ വഖഫ് തന്നെ ക്യാൻസൽ ചെയ്ത് ഈ മതത്തെ തന്നെ നിരോധിക്കേണ്ടതാണ്. ദീസ് റിലീജിയൻ ഇറ്റ്സെൽഫ് ഈസ് എ ഡേഞ്ചറസ് തിങ്. ഈ മതം തന്നെ ഒരു ഡേഞ്ചറസ് ആണ്. കാരണം ഇതിനകത്ത് വായിക്കുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ എന്റെ 5:51 പറയുന്നത് എങ്ങനെയെന്ന് അറിയാമോ? യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങളെ സുഹൃത്തുക്കളായി സ്വീകരിക്കലെന്ന്. കാരണം അവർ ഉള്ള പോലെ വിളിച്ചു പറയും, അവരുടെ കള്ളങ്ങൾ പൊളിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും മേത്തന്മാരെ നിങ്ങൾ അങ്ങോട്ട് അവരെ സ്വീകരിക്കലെന്ന്. അവരെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിന്റെ അടുത്ത് അല്ലാഹു പിണങ്ങും പോലും. നീ അവരുടെ പക്ഷക്കാരനാണ്. എന്റെ ആന്റി, എന്റെ കുഞ്ഞമ്മ, ഞാൻ ഇത് ചുമ്മാ ഇങ്ങനെ വി ഡി സതീശൻ പറയുമ്പോൾ റെഫറൻസ് ഇല്ലാതെ പറയുന്നില്ല. ഈ മതം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ വേറെ എവിടെ നിന്ന് ഖുർആൻ ഡൗൺലോഡ് ചെയ്ത് അറബിയും മലയാളം കൂടെ ചേർത്ത് വെച്ച് വായിച്ച്, ചില ആളുകൾ ജോലിയില്ല കൂലിയില്ലെന്ന് അറിയില്ല, നമ്മൾ ഒരു സെക്യൂരിറ്റി പോലെയാണ് അല്ലെങ്കിൽ രാജ്യസേവനമാണ്, ഇങ്ങനെയൊക്കെ ചെയ്ത് ഇന്ത്യയും കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി പഠിച്ച് അതിന്റെ ചില ട്രാൻസ്ലേഷനൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് വീഡിയോ ചെയ്യാൻ പ്രാപ്തമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യഹൂദന്മാരെയും ക്രൈസ്തവരെയും നിങ്ങളെ എന്ത് ചെയ്യരുത്, ഉറ്റമിത്രങ്ങളായി കേൾക്കുന്നു. ഖുർആൻ 5:51 പറഞ്ഞ് യഹൂദന്മാരെയും ക്രൈസ്തവരെയും നിങ്ങളെ മിത്രങ്ങളായി സ്വീകരിക്കരുത്, ഫ്രണ്ട്സ് ആക്കലെന്ന്. കാരണം അവന്മാരെ പൊളിക്കും. എന്നിട്ട് ഇവിടുത്തെ സഹോദരിമാരെ ചാക്കിനകത്ത് പഴം പഴിപ്പിക്കാൻ വെച്ചിങ്ങനെ പർദ്ദ ഇടിപ്പിച്ച് നമ്മള് സമ്മതിക്കും, നമ്മളെ പെങ്ങന്മാരെ സഹായിക്കും. നമ്മളെ അമ്മമാരെ പെങ്ങന്മാരെ അങ്ങനെ നടക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നുണ്ടോ? ഏതെങ്കിലും ആളുകൾ ആഗ്രഹിക്കുമോ അങ്ങനെ ഒരു മേത്തിന് കല്യാണം കഴിച്ചു കൊടുക്കണം? നമ്മള് ഒരു നല്ല അളിയനെ കിട്ടാൻ വേണ്ടി നല്ലൊരു ഫ്രീഡം മൈൻഡുള്ള അളിയനല്ലേ നമ്മൾ കിട്ടുള്ളൂ നമ്മളെ പെങ്ങന്മാര്. പിന്നെ ഇവിടുത്തെ സ്ത്രീകളെ ബംഗ്ലാദേശിൽ പോലെ നമ്മള് പിന്നെ യൂതയുടെ പണിയാണ് ചുറ്റി കൊടുക്കൂ. നമ്മളെ സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നരേന്ദ്രമോദി യഥാർത്ഥ ചെയ്യുന്നത്. അരേ ഭായിയോ മോർ ബഹനോ എന്ന് പറഞ്ഞെന്തോ ശരിക്കും പറഞ്ഞു ഇതുപോലെ ഒരു തട്ട് പിടിച്ച മതം, ഒരു ഉടായ്പ പിടിച്ച മതം. എനിക്കിപ്പോ എന്റെ കുഞ്ഞമ്മേരെയും വല്യമ്മേരെ മക്കളെ ഇലക്ഷന് മത്സരിക്കുന്നില്ല, അത് ഞാൻ സ്ഥാനാർത്ഥിയില്ല, ഉള്ളത് വെട്ടൊന്ന് കണ്ട 139. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നത് മിക്കവാറും മുഖം കാണിക്കാതാണ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് റെയിൽവേ സ്റ്റേഷനിലോ ഫ്ലൈറ്റിലോ ഞാൻ മോഹൻലാലോ സുരേഷ് ഗോപിലോ ഫെയിം അറിയപ്പെടുന്ന ഒരാളല്ല. അതുകൊണ്ട് സെക്യൂരിറ്റി എനിക്കുണ്ട്. പിന്നെ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ എന്റെ കുഞ്ഞമ്മേരെ മോളുമല്ല, മനസ്സിലായില്ലേ? നവ്യ നായർ എന്ന് പറഞ്ഞ എന്റെ വല്യമ്മേരെ ചേച്ചിയുടെ മോളല്ല. അപ്പൊ അതുകൊണ്ട് മുഖം കാണിക്കാതെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഒറ്റ വീഡിയോയിൽ എന്റെ മുഖം ഞാൻ ഏത് കണ്ണാടി വിസയ്ക്കുന്നുണ്ടോ ഞാൻ പറയട്ടെ, കണ്ടന്റ് നോക്കടേ, ഇംഗ്ലീഷിലും മലയാളത്തിലും കണ്ടന്റ് നോക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മളാരും തിരിച്ചറിയുന്നുള്ള പേടിയും വേണ്ട. പിന്നെ വീട്ടിനകത്ത് ഞാൻ ഇരിക്കുന്ന ഒരു കസേരയിൽ ഒരു അഭിനയം പ്രേംനസറിന്റെ അവാർഡ് കിട്ടാന്ന് ചോദിച്ചാണ് ഞാൻ അങ്ങനെ ഇരിക്കുന്നത്. അറിയാലോ, ഞാൻ വീട്ടിൽ വന്നപ്പോ കുഞ്ഞു കണ്ടല്ലേ പണ്ട് ആകാശവാണിയില്ലേ ഇന്ദിരാഗാന്ധി മരിച്ച സമയത്ത് അങ്ങനെ ടൂണായിരുന്നു. ആ സാമ്പ്രാണിയുടെ മണം കേൾക്കുമ്പോൾ തന്നെ പിള്ളേർ അണ്ണ തുപ്പാനുള്ള സ്ഥലം ഇവിടെ എന്നാ. വീട്ടിനകത്ത് ഗേറ്റ് കയറി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടറാ. കാരണം അന്നേരം സ്വഭാവം അറിയാലോ. പക്ഷെ ഗേറ്റിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പിന്നെ മരുതൻകുഴി ജംഗ്ഷൻ വരെ ബോംബ് പൊട്ടുന്നിടത്ത് ബോംബല്ല, ഈ മുസ്ലിങ്ങൾ ഇങ്ങനെ വിട്ടാ ഒക്കൂല. മനസ്സിലല്ലേ? അങ്ങനെ പെരുമാറണം. മക്കളെ, ഞാൻ ഇത്തിരി ജോലിയിൽ നിൽക്കായിരുന്നു. സർജറിക്ക് പോകുന്നുണ്ട്. ഒരു കാരണവശാലും ഭാരപ്പെട്ട ഹെർണിയൊക്കെ മാറും. ഞാനൊന്നും പറഞ്ഞില്ല, അവസാനം എനിക്ക് ഭാരയാവരുത്. അല്ല, ഒരു കാരണവശാലും പിന്നെ അമ്മയോടോ ഇതുവരെയായിട്ട് പറഞ്ഞില്ല എന്ന് അവസാനം ചേട്ടന് ചോദിക്കേണ്ട ഇട വരുത്തരുത്. ഞാനായിട്ട് പറയത്തില്ല. ഞാൻ എന്റെ ജീവനുണ്ടെങ്കിൽ പറയില്ല. അതെ, പിന്നെ ഞാൻ പറഞ്ഞ അതല്ല, എന്റെ സബ്ജക്ട് അതല്ല. ഓപ്പറേഷന് പോവല്ലേ, സർജറി. അപ്പൊ സർജറിക്ക് പോകുമ്പോൾ മനസ്സൂഷ്യൊക്കെ തരുമ്പോ ഒരു കാരണവശാലും ഭാരപ്പെടരുത്. പെട്ടെന്ന് ഒന്നിച്ചിരിക്കുക. ജ്യോതി ശ്രീകുമാറിന് എന്നെ ഓർത്താ മതി. ഞാൻ പറഞ്ഞ കോമഡികളൊക്കെ ഏതെങ്കിലും ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടാണ് അനസ്തേഷ്യക്ക് ചിരിക്കുക, പൊട്ടിച്ചിരിക്കുക. ഞാൻ വിവരങ്ങള് രാത്രി അത് അടുപ്പിച്ച് ഞാൻ വിളിച്ച് പറയും. അപ്പം
മോൻ അറിയണമെങ്കിൽ മോൻ വരണം. ഒരു കാര്യമുണ്ട്, വീട്ടിൽ വെച്ച് വിളിക്കരുത്, ഞാൻ നടക്കാറങ്ങുമ്പം ഇതുപോലെ പറയാം. ഓക്കെ. പിന്നെ ഓപ്പറേഷനോ അതൊന്നും പേടിക്കണ്ട, എല്ലാം സക്സസ് ആവും, ഇതെല്ലാം മാറും, നല്ല അടിപൊളിയായിട്ട് ജീവിക്കും. ഒരു 100-110 വയസ്സോടെ ജീവിച്ചിട്ട് നമുക്ക് ഇതുപോലെ കോമഡി പറയുന്ന ഒരാളുണ്ട്. അത്രയൊന്നും വേണ്ട. പിന്നെ നമുക്ക് പിന്നെ വേറെ കാര്യം, കേരളത്തിലെ ജനം ഒന്നാകെ ഈ വഖഫിനെതിരെ അണിനിരക്കണം. കാരണം ഈ നേത്തന്മാരുടെ ചീട്ട് കൊട്ടാരങ്ങളെ അടിച്ച് തറ പറ്റിക്കണം. അത് തന്നെ ശരി മക്കളെ. യവന്മാരുടെ രാജ്യം വിലയാടാതെ ഇത് ഓരോ ദിവസവും ഡിക്ലൈൻ മുകളിൽ പറഞ്ഞ പോലെ ഡിക്ലൈൻ പറഞ്ഞു. പാവപ്പെട്ടവർക്ക് ഒരു വഖഫ് എന്ന് പറഞ്ഞു അപകരിക്കാതിരിക്കാൻ നമുക്ക് ഒന്നിച്ച് ഒരു ഒരു കൈ മാവാണ്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് കരം കോർത്ത് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിച്ച് ഫ്രീ ആയിട്ട് ചിന്തിക്കാം, ഫ്രീ ആയിട്ട് പ്രവർത്തിക്കാം. നമുക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാം, സ്വതന്ത്രമായിട്ട് ചിന്തിക്കാം, സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാം. അപ്പൊ റൈറ്റ് ലിവിങ് ഒന്നിച്ച് കരം കോർക്കും. നമ്മള് പുള്ളിങ് ടൗൺ ഞാൻ അടിമത്തിൽ കൂടി പുള്ളിങ് ടൗൺ. ശരി മക്കളെ, ശരി. അശ്രീ ഇടയ്ക്ക് ഇങ്ങോട്ട് വിളിച്ചാൽ മതി. അശ്രീ വിളിച്ചാൽ മതി, ഞാൻ വിളിക്കൂല. എന്നെ മോനി ഞാൻ പിന്നെ അടിമത്തിൽ കൂടി അശ്രീ ഞാൻ അങ്ങോട്ട് കുഞ്ഞിനെ വിളിക്കാം, ഫ്രീ ആണെങ്കിൽ എടുക്കാം. പാരപ്പണ്ട അത് മതി. ശരി മക്കളെ, പാരപ്പണ്ട. ഓക്കെ പാരപ്പണ്ട. അശ്രീ എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? അവിടെ മധ്യപ്രദേശിലൊക്കെ എങ്ങനെയുണ്ട്? മധ്യപ്രദേശിലൊക്കെ തണുപ്പ് തുടങ്ങി. ഓക്കെ. അല്ലാതെ വേറെ പിന്നെ ഇവിടുത്തെ പോലെ മറ്റേ വഖഫിന്റെ നീരാളിപ്പിടുത്തം അങ്ങനെയൊന്നുമില്ലല്ലോ ഇവിടുത്തെ നാട്ടിലേക്കുള്ള വിശ്വാസികൾ? അതൊന്നും ഇവിടെ ഇല്ല. അവിടെ BJP കൂടുതലല്ലേ? അവർക്ക് ഉള്ളതുണ്ട്, പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. മനസ്സിലായി. അവിടെ BJP കൂടുതലാണല്ലേ? BJP കൂടുതൽ. ഒരു കണക്കിന് നന്നായി അല്ലേ? യോമാര് തല പോക്കൂലല്ലോ, അത് നല്ലതാണ്. കേരളത്തിൽ നടക്കുന്ന വാർത്തകളൊക്കെ അറിയുന്നുണ്ടോ? അതോ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ അറിയണം, അതൊക്കെ അറിയണം. കൊച്ചിയിലെ മുൻപക്കാരനൊക്കെ പ്രശ്നവും ഇവിടുത്തെ ആളുകളൊക്കെ പ്രതിഷേധിക്കുന്നൊക്കെ കാണുന്നുണ്ടല്ലോ TV കൂടെ? അതൊക്കെ കാണുന്നുണ്ട്. കാണണം. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവായിരുന്നു. ശരിക്ക് ഈ മുസ്ലിങ്ങളുടെ ഉടായ്പാണ്. മറ്റേ പുള്ളിയെ വിളിക്കാറുണ്ടോ? മറ്റേ പുള്ളി ഇല്ല, സജു അല്ലേ? അതെ, മനസ്സിലായി. വിളിക്കാറില്ല. ശരി. എന്തിനാ ആവശ്യമില്ലാതെ വിളിക്കുന്നു. അതന്ന് കഴിഞ്ഞു, വിട്ടുകഴിഞ്ഞു. ഏതായാലും നിങ്ങളൊക്കെ ഇടപെട്ടതൊരു വലിയ ഗുണമായി. കാരണം ഞാൻ എന്തെങ്കിലും പ്രൊവോക്കായിട്ട് ചെയ്തിരുന്നെങ്കിൽ അത് പിന്നെ തോന്നേണ്ടി വന്നത്. അതെ. പിന്നെ പക്ഷെ ഇപ്പൊ പുള്ളി ഒരുപാട് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം ജിഹാദികൾക്കെതിരെയൊക്കെ നല്ല വീഡിയോസ് ഒക്കെ ചെയ്ത് ഈ വഖഫിനെതിരെയൊക്കെ നല്ല വീഡിയോസ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം മുസ്ലിങ്ങളുടെ ഈ ഉടായ്പകളൊക്കെ പുറത്തു കൊണ്ടുവന്ന് ഈ വഖഫ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം ഉണ്ടല്ലോ. കാരണം അത് തിരുവിതാംകൂർ രാജാവ് മറ്റേ അങ്ങർക്ക് ആ സേട്ടിന് കൊടുത്തതായിരുന്നു. അപ്പൊ അങ്ങനെ കൊടുത്തപ്പോഴത്തേക്ക് ആദ്യത്തെ മൂസ സേട്ടിന് കൊടുത്തപ്പോഴത്തേക്കും അങ്ങനെ സ്വാതന്ത്ര്യം കഴിഞ്ഞ ശേഷം ഈ പാട്ടത്തിന് മേടിച്ചൊരു സ്ഥലം അങ്ങേർക്ക് എന്താ അധികാരം മറ്റേ വ്യക്തിക്ക് കൊടുക്കാനായിട്ട്, ഈ ഫറൂഖിലെ മുഹമ്മദ് സേട്ടിന് കൊടുക്കാനായിട്ട് ഇങ്ങേർക്ക് ഒരു അധികാരമില്ല. ഇപ്പൊ ഒരാളെ വാടകയ്ക്ക്, ഇപ്പൊ അങ്കിൾ ഒരിടത്ത് വാടകയ്ക്ക് വരികയാണ്, അങ്കിളിന്റെ ആ വാടക പ്രമാണം മേടിച്ചിട്ട് അങ്കിള് വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഓണർഷിപ്പ് എടുക്കാനോ അങ്കിളിനകത്ത് അധികാരം. അപ്പൊ അത് ആരംഭത്തിലെ ഉടായ്പാണ്. എന്നിട്ടത് കോഴിക്കോട് പിന്നെ മനസ്സിലായില്ലേ, അങ്ങനെ ആ കോളേജിൽ നിന്നുള്ള കൈമാറ്റം പാവപ്പെട്ട മത്സ്യബന്ധനക്കാര് പിന്നീട് അവർ വില കൊടുത്താണ് മേടിച്ചത്. എന്നിട്ട് ഇതിന് ചുക്കാൻ ഒരു കാര്യം പറയട്ടെ പക്ഷെ ഇതിന് ചുക്കാൻ പിടിച്ചത് ജവഹർലാൽ നെഹ്റു 1954 അടുപ്പിച്ച്. കാരണം ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ടതില് അയാള് ഈ ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛൻ, യഥാർത്ഥ അച്ഛൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം വംശജനാണ് പോലും. പിന്നെ അയാളുടെ അമ്മ മനസ്സിലാവുന്നുണ്ട് വേറെ എന്തോ ഒരു മുസ്ലിം സ്ത്രീയാണ് പോലും. അപ്പൊ അങ്ങനെ ഈ പിന്നെ എന്നിട്ട് ഈ മോട്ടിലാൽ നെഹ്റു മറ്റേ യഥാർത്ഥ അച്ഛന്റെ കീഴിൽ ഒരു വ്യാപാരി, ഒരു വേലക്കാരനായിരുന്നു. അപ്പൊ സ്റ്റെപ്പ് ഫാദറാണ്. എന്നിട്ട് പിന്നെ അയാളുടെ രക്തത്തിൽ പിറന്നതാണ് പോലും മുഹമ്മദ് അലി ജിന്നയും നെഹ്റുവും പിന്നെ അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുള്ളയും. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ആ ഒരു മുസ്ലിം പിന്നെ പിന്നെ ഉടായ്പ് അവരുടെ രക്തത്തിൽ കലർന്നതുകൊണ്ടായിരിക്കണം 1954 ഒരു നിയമത്തിന്റെ പരിരക്ഷയോടുകൂടി മുഹമ്മദിയരെ എന്ത് പറഞ്ഞാലും മനസ്സിലായില്ലേ, അങ്ങനെ ഈ ഒരു കരിനിയമം, ഒരു വഖഫ് എന്ന കരിനിയമം അയാൾ ഉണ്ടാക്കി വെച്ചിട്ട് പോയി. പിന്നീട് അത് കുറെ തണുത്ത് അങ്ങനെ പോയപ്പോഴത്തേക്ക് അന്നൊന്നും ഇത് സോഷ്യൽ മീഡിയ ഇല്ലല്ലോ. രാജീവ് ഗാന്ധി മരിച്ച ശേഷം നരസിംഹറാവ് വന്നപ്പോഴത്തേക്ക് അയാൾ ഇതിന് കുറച്ചുകൂടെ ആക്കം കൊട്ടി. എന്നിട്ട് അയാളും ഒരു കുറ്റി അടിച്ചിട്ട് പോയി. ഇതിനൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നീട് മൻമോഹൻ സിംഗ്, നരേന്ദ്രമോദി വരുന്നതിന് മോദിജി വരുന്നതിന് തൊട്ട് മുമ്പ് മൻമോഹൻ സിംഗ് വന്നിട്ട് അടുത്ത കുറ്റിയും കൊണ്ട് അടിച്ചിട്ട് പോയി. ഈ 3 കുറ്റികളെയും ക്യാൻസൽ ചെയ്ത് വഖഫ് എന്ന് പറഞ്ഞ സംവിധാനത്തെ ക്യാൻസൽ ചെയ്ത് മുസ്ലിം മതത്തെ തന്നെ നിരോധിക്കേണ്ട കാലം
ഏതാണ്ട് പിന്നെ ആഗതമായിരിക്കുന്നു. ഇപ്പൊ പല രാജ്യങ്ങളെ ഇവർക്ക് അഭയാർത്ഥികളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവര് പ്രശ്നം ഉണ്ടാക്കുന്ന പറഞ്ഞുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നില്ല, ആ രാജ്യത്തെ ക്ലെയിം ചെയ്യുന്നുള്ള പലരും ബുദ്ധിപൂർവ്വം അവരെ ഇറക്കി വിടുകയാണ്. പിന്നെ ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന ഒരു സമ്മേളനം കണ്ടില്ലേ, ചെമ്പന്തട്ടിയില്, കണ്ണൂര് ചെമ്പന്തട്ടിയില് യുവമാരുടെ ഒരു കലോത്സവം വന്നപ്പോഴത്തേക്കും, ഇവരുടെ ഒരു കലോത്സവം വന്നപ്പോഴത്തേക്കും അതിൽ കുറച്ച് മുസ്ലിങ്ങളുണ്ട്. അധ്യാപകരും വിദ്യാർത്ഥികളും ഇവരുടെ മറ്റേ തള്ളാഹു കുക്കുംബർ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി മറിക്കാൻ സ്ഥലം ചോദിച്ചോലും അവർ പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വേറെ സ്ഥലത്ത് അപ്പുറത്തൊരു കന്യാസ്ത്രീ മടത്തി പോയി ചോദിച്ചപ്പോൾ അവർ പോലീസിന്റെ സഹായം തേടി ഇവരെ ഇറക്കി വിടുകയായിരുന്നു. അപ്പൊ ഇപ്പൊ പലർക്കും ബുദ്ധിയുണ്ട്. കാരണം യവന്മാർക്ക് ഈ ഒട്ടകത്തിന് സ്ഥലം വെക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ യവന്മാരെ ഈ രോഗാണുക്കളും കോവിഡിനെക്കാളും മാരകമാണ്. അപ്പം അതിനെതിരെ നമ്മൾ ആന്റി മാരകമായിട്ട് മാറിയാലേ ഒക്കെ ഉള്ളൂ, ഇവരോട് ഇങ്ങനെ പെരുമാറിയാലേ ഒക്കെ ഉള്ളൂ. അപ്പൊ ഇതൊരു പിന്നെ യഹൂദന്മാരോടും ക്രൈസ്തവരോടും നിങ്ങൾ മിത്രത്വം അരുത്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ സുഹൃത്തുക്കളായി സ്വീകരിക്കരുത്. അവരെ സുഹൃത്തുക്കളായി സ്വീകരിക്കാത്തത് നിങ്ങളും അവരുടെ സ്വീകരിക്കുന്ന പക്ഷം നിങ്ങൾ അവരുടെ പക്ഷക്കാരാണെന്ന് സൂറ 5:51 പറയുന്നുണ്ട്. അതിന് പ്രകാരമാണ് അവന്മാർ ചെയ്യുന്നത്. പിന്നെ നോൺ മുസ്ലിംസിന്റെ കൈയും കാലം വെട്ടുക, വിരലുകൾ വെട്ടുക, പെടലിക്കൊക്കെ വെട്ടുക, എതിർഭാഗത്ത് നിന്ന് വെട്ടുക, അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുക എന്നൊക്കെയാണ് അവരുടെ പ്രമാണം. അപ്പൊ ഞാൻ കുറച്ച് പഠിച്ചതുകൊണ്ടായി പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സൂറ 47:4 48:21 ഈ ഒരു തമ്മിലേ ദയാലുക്കളുള്ളൂ. നോൺ മുസ്ലിംസിനെ ഒരു കാഫിറെന്നും പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൃഗീയമായ ഒരു പെരുമാറ്റമാണ് ഇവന്മാർ കാണിക്കുന്നത്. ഇവന്മാരുടെ മതഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നില്ലേ ഇവന്മാർ പ്രവർത്തിക്കുള്ളൂ. പിന്നെ ഇവരുടെ മതത്തില് ഉള്ളത് ഫോളോ ചെയ്താൽ മാത്രമേ ഇവർക്ക് 1,10,27,000 ഹൂറിമാരെ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്ഥാനമുള്ളതും പിന്നെ മെൻസസ് ഇല്ലാത്തതും പ്രസവം ഇല്ലാത്ത സ്ത്രീകളെ കിട്ടണം, ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നതും പിന്നെ പൊട്ടിത്തെറിക്കും കൂടെ വേണം പോലും. ഇങ്ങനെയല്ല ഇവരെ മതം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ജോസഫ് മാഷിന്റെ കൈ ഇവരെ മതപ്രമാണത്തിലുള്ളതാണ് ചെയ്തത്. എന്റെ കൂടെ ഗസ്റ്റിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുക, അപ്പൊ ഗസ്റ്റ് പറയുന്നത് എന്താ സംസാരിക്കുന്നത്? കുഴപ്പമില്ല. എന്നാലും കുറച്ചൊരു ആന്റി ഇസ്ലാമിക് എഡ്യൂക്കേഷൻ എങ്കിലും നൽകാൻ പറ്റിയല്ലോ, അതേ സന്തോഷം. ഞാൻ ഇതിനെ കുറച്ചൊക്കെ ഒത്തിരി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കുറെയൊക്കെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, കുറെയൊക്കെ ലൈവ്, അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യണേ. ഇപ്പൊ പിണറായി വിജയനെതിരെ ഒരു ആന്റി പിണറായി വിജയനിസം എന്നുള്ള അർത്ഥത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് സെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒന്നും കൂടെ നോക്കണം, ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ റീസെൻഡ് ചെയ്യാം, ഒന്ന് കേൾക്കണം. ആരവണ്ട വിനയമോളെ, ഞാനാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിവിടെ ഹോസ്പിറ്റലാണ് ചേട്ടാ. ഞാൻ അയച്ച വീഡിയോസ് ഒക്കെ ഏതാണ്ട് കുറച്ചെങ്കിലും കാണാൻ ശ്രമിച്ചല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. ഉണ്ടായിരുന്നു. നല്ലതാ. ഒരുവിധം ഇൻഫർമേറ്റീവ് കുറച്ച് ചിരിക്കാനും ഇല്ലേ? ഞാൻ കുറച്ച് ലൈവായിട്ടും ചെയ്യുന്നുണ്ട് മോളെ. ഞാൻ കണ്ടു ആ ജേർണിയൊക്കെ ഞാൻ കണ്ടു. കാരണം ഹിസ്റ്ററിക്കലായിട്ടാണെങ്കിലും പല എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്യും. ചുമ്മാ വി.ഡി. സതീശനെ പോലെയോ പിണറായി വിജയനെ പോലെ ബളബളാന്ന് പറയുന്നല്ല. അതെ ചേട്ടാ, ഞാൻ ഈ ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കാൻ ഹോസ്പിറ്റലില് കോസ്മോയില് എന്ത് പറ്റി മോളെ? ഞാൻ മോളെ കാണിച്ചതായിട്ടാ, മോളെ കാണിക്കാൻ റെഗുലർ ചെക്കപ്പ്. മോളെ പിന്നെ പറ്റുവാണെങ്കിൽ ഒരു ആന്റി വക്കഫായിട്ട് നിൽക്കണം കേട്ടോ. കാരണം മുൻപത്തെ പാവപ്പെട്ട ആളുകളുടെയൊക്കെ ഭൂമികളെ ഇവന്മാരെ അപഹരിക്കുമ്പോഴത്തേക്കും അതിനെതിരെ ഒരു വീഡിയോ ഉടനെ പ്രതീക്ഷിക്കാം. അപ്പം അതിലും മോളും പിന്നെ ഒന്ന് സഹകരിക്കണം. പിന്നെ മുൻപത്തെ ജനങ്ങൾക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. കാരണം പാവപ്പെട്ട ജനങ്ങളെ നോൺ മുസ്ലിംസിന്റെ സ്വത്തുക്കളെയും പാവപ്പെട്ട ഒരു ലാൻഡ് ജിഹാദായിട്ട് ഇങ്ങനെ എടുക്കാനേ ഇത് എന്തല്ല യവന്മാരുടെ ഇസ്ലാമിസ്റ്റ് രാജ്യം എന്നുള്ളത്. അപ്പൊ അതിനെതിരെ എന്റെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ മാത്രമല്ല ആന്റി ഇസ്ലാമിസ്റ്റ് ഇനിയും നമുക്ക് സ്പ്രെഡ് ചെയ്യാം. എന്തൊക്കെയാണ് നോൺ മുസ്ലിംസിനുള്ള അവരുടെ ട്രീറ്റ്മെന്റ് എന്ന് ഖുറാനിൽ കൂടെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇനിയും പ്രതീക്ഷിക്കാം. തെളിവ് സേരം കേട്ടോ മോളെ. നമുക്കൊരു ആന്റി മുസ്ലിമായിട്ടും ആന്റി വക്കഫായിട്ടും ഒക്കെ എന്ത് ചെയ്യാം, ഇവർക്കെതിരെ പ്രവർത്തിക്കാം, പേടിക്കണം. ഇപ്പൊ ഇവര് വക്കഫെങ്കിൽ നമ്മള് ആന്റി വക്കഫ്, ആന്റി ഇസ്ലാമിസം മാക്സിമം സ്പ്രെഡ് ചെയ്യണം. പിന്നെ ജവഹർലാൽ നെഹ്റുവും നരസിംഹറാവും മൻമോഹൻ സിംഗുമാണ് ഈ നിയമത്തിന്റെ പ്രാബല്യത്തിൽ കൂടെ ഒരു പിൻബലം കൂടെ ഇവർക്ക് കൊടുത്തേക്കുന്നത്. അതിനെയൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യണം. അതിനൊക്കെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഭാരപ്പെടാതിരിക്കും, രോഗങ്ങളെല്ലാം മാറട്ടെ. പറഞ്ഞു ഞാനാണ് പറഞ്ഞു. ഇല്ല, ഞാൻ ഇപ്പൊ വീട്ടിൽ വന്നേ പറഞ്ഞു. ഞാൻ വിളിച്ചിരുന്നു. വെറുതെ വിളിച്ചത്, നിങ്ങളൊക്കെ ഉള്ള സുഹൃത്തുക്കളല്ലേ. പിന്നെ വേറെ പിന്നെ അവിടെയൊക്കെ എന്തുണ്ട് വിശേഷം? സ്കൂളിലൊക്കെ ഞാൻ സ്കൂളിനിപ്പം വീട്ടിലോട്ട് പോണ്. അവിടെ ബസ് ഇരിക്കണം അവന്? ബസ്സിലിരിക്കുകയാണ്. ഓഹോ, കൂടെ ആരെങ്കിലും ഉണ്ടോ? കൂടെ ഇർഫാൻ ഉണ്ട്, ഇർഫാൻ, നന്ദൻ, അനന്ത പത്മനാഭനുണ്ട്. ഓ, അവരൊക്കെ ഉണ്ടല്ലേ. അവരൊക്കെ എന്നെ തിരക്കാറുണ്ടോ? എടുക്കാതൊക്കെ തിരക്കാറുണ്ട്. അത് ശരി. എങ്ങനെ അയാള് പോയത് തന്നെ നല്ലതാണെന്ന് പറഞ്ഞാൽ അതാ എങ്ങനെ? അല്ല, സാറിന് പോയത് വിഷമമായി ആയിക്കാണെന്നൊക്കെ പറഞ്ഞു. അതെ.
പിന്നെ മോനെ വേറെ കാര്യമുണ്ട്, ഇപ്പം ഇറങ്ങുന്ന കുറെ വീഡിയോസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്റെ മോൻ ശ്രദ്ധിക്കാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക്. അത് നല്ലതാണ്. കാരണം ഇപ്പൊ വക്കഫ് എന്ന നീരാളി പല സ്ഥലത്തും അറിഞ്ഞില്ലേ? വക്കഫ് എന്ന നീരാളിയെ പല സ്ഥലത്തും നോൺ മുസ്ലിംസിന്റെ വസ്തുക്കളൊക്കെ ക്ലെയിം ചെയ്ത് വേണ്ടുന്ന ഉടായ്പകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. യവന്മാര് തള്ളാഹു കൊക്കും പറഞ്ഞ അവന്മാരെ മതത്തിൽ ഒതുങ്ങിയ കുഴപ്പമില്ല, ഇത് നാട്ടുകാർക്കൊരു ശല്യമായിരിക്കുകയാണ് ഈ ഒരു മതം. അതിന് ഇവിടുത്തെ ഇടത് വലതന്മാരുടെ ഒരു കുറെ സപ്പോർട്ട്, കുറെ അവിഞ്ഞ് VD സതീശന്റെ ഉപദേശവും പിന്നെ പിണറായി എന്ന കൊശവന്റെ ഉപദേശം അത് വേറെ. കാരണം ഈ പിന്നെ ഖുറാനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് 8:12 പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അവിശ്വാസികളോട് കുറച്ച് പരുഷമായിട്ട് മനസ്സിലായി, ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. 8:12 2:23 സ്ത്രീകളൊക്കെ റെസ്പെക്ട് ഇല്ലാതെ പറയുന്നത്, കൃഷിയിടാന്ന് പറയുന്നത്. ഹലോ മോനെ, പിന്നെ അതുപോലെ തന്നെ 8:12 പിന്നെ അതുപോലെ തന്നെ 9:5 9:123 വളരെ നോൺ മുസ്ലിംസിനോട് ഹാർഷായിട്ട് ട്രീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഹലോ വെയിറ്റ്, റോട്ടിൽ വെച്ച് കല്ലുടിയ വലിക്കുന്നു. ആണോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? ഇല്ല ലൗഡ് സ്പീക്കർ ഇല്ല, കുറച്ച് അങ്ങോട്ട് പോയി സംസാരിക്കാം.